ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രധാനപ്രിയ വിശ്വാസികളുടെ സമൂഹമേ, വിശുദ്ധമായ ആരാധനയ്ക്ക് ശേഷം ദീർഘമായ ഒരു പ്രസംഗത്തിന് ആർക്കും തന്നെ ചെവി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോന്ന് എങ്കിൽ നല്ല സമയം ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചു പോകുന്ന ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മിക്കുവാനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പരിശുദ്ധനായ പാവാഴത്തിനുവേണ്ടി പെരുന്നാളിൽ ചേർന്ന പ്രത്യേകിച്ച് യൂബിലിയോടനുബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നേ ദിവസം കുഞ്ഞുങ്ങളെ കൂടുതലായി മനസ്സിൽ കണ്ടുകൊണ്ട് വിശുദ്ധ ബലിയും ആർക്കൊരു സന്ദേശവും ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദേശത്തിനാണ് എന്നെ ഇവിടെ ക്ഷണിച്ചത്. ഇവിടെ കുട്ടികളല്ലാത്തവരെ കുറച്ച് പേരുണ്ടെന്നുള്ളത് എനിക്കറിയാം. എങ്കിലും കൂടുതൽ കുഞ്ഞുങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന അനുഭവിച്ചത്. നിങ്ങളോടേക്ക് പറയാനായി വേദപുസ്തകത്തിലെ ഒരു സംഭവത്തിൻ്റെ ചില കൊച്ചു ആശയങ്ങൾ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ബാല്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ അധികം വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കർത്താവിന്റെ ജനനം കഴിഞ്ഞു, ഇസ്രായേലിലേക്ക് ഓടിപ്പോയി തിരിച്ചു വന്ന് നസ്രയത്തിൽ പാർത്തു. പിന്നെ നമുക്ക് വലിയ സംഭവങ്ങളെ കുറിച്ചൊന്നും നമുക്ക് കാണാനുള്ളത് രാവിലെ ഒറ്റ സംഭവമാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. അതെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമായതുകൊണ്ട് ഞാനത് വായിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കർത്താവ് 12-ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം പെസഹ പെരുന്നാളിൽ സംബന്ധിച്ചത്. ആ സംഭവം അറിയാത്തവരാരും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ആ സംഭവത്തിനകത്തുള്ള ചില കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട ആശയങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പെസഹ പെരുന്നാളിൽ പോയിട്ട് ഈ 12 വയസ്സ് ഇപ്പോഴത്തെ മനഃശാസ്ത്രപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ കൗമാരം കഴിയുന്നു, യൗവനം തുടർന്നു, ഏകദേശം ആ രീതി പറയാം. ഒരു കൗമാരത്തിന്റെ അവസാനമാകുകയും യൗവനത്തിന്റെ തുടക്കമാകുകയും ചെയ്യുന്ന ഒരു പ്രായമായിട്ടാണ് 12 വയസ്സിനെ മനഃശാസ്ത്രജ്ഞന്മാര് ഇപ്പോഴും കാണുന്നത്. പല കാറ്റഗറീസ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗകര്യത്തിന് അങ്ങനെയൊന്നും കാണാം. ആ പ്രായത്തിൽ യേശുവിൻ പെസഹ പെരുന്നാൾ ചെല്ലുന്നു. പെസഹ പെരുന്നാൾ പങ്കെടുത്തിട്ട് കർത്താവ് മാതാപിതാക്കളിൽ നിന്ന് മാറി ന്യായശാസ്ത്രിമാരോട് സംസാരിക്കുവാനായിട്ട് പോകുന്നു എന്ന് നാം കാണുന്നു. അത് കഴിഞ്ഞിട്ട് മാതാവും പിതാവും തിരിച്ച് പെസഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോവുകയാണ്. സാധാരണഗതിയിൽ ആളുകൂടെ ഒരുമിച്ച് വരുമ്പോൾ എതിർനാളുകളൊക്കെ ഒരുമിച്ച് ചേർന്നായിരിക്കും അന്ന് പെസഹ പെരുന്നാൾ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വാഹന സൗകര്യങ്ങളില്ലാതെ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പെരുന്നാളിലൊക്കെ പോകുന്നത്, കൺവെൻഷൻ പ്രസംഗത്തിലൊക്കെ പോകുന്നത് അയൽവാസികളെല്ലാവരും കൂടെ ചേർന്നു. എൻ്റെ ചെറുപ്പത്തിലാണെങ്കിൽ ടോർച്ച് ഇല്ലാതിരുന്ന കാലം ചൂട് കത്തിച്ചു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പൊ ഈ അയൽവാസികളെല്ലാവരും ഒരുമിച്ച് ചേർന്ന ഇങ്ങനെ ഒരുമിച്ച് പോകും. തിരിച്ചു പോകുമ്പോഴേ എല്ലാവരും ഇങ്ങനെ ഒന്നായിട്ട് പ്രത്യേകം അന്വേഷിക്കത്തില്ല. കരിക്കൂടത്തിൽ കാണും, കാണാതിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണ് എനിക്ക് പതിവ്. അതുപോലെ തന്നെയാണ് മറിയാമ്മ യോസേഫും ചെയ്തത്. ഈ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് കരുതി തിരിച്ചു പോകും. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി കൂട്ടത്തിൽ യേശു വരാനില്ല. മറിയാമ്മ യോസേഫ് തിരിച്ചു ചെല്ലുന്നു. അവിടെ മറിയാമാണ് അമ്മയാണ് സംസാരിക്കുന്നത്. അവരെ നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് എന്താണ് എന്നുള്ളൊരു കാര്യവും പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം വ്യത്യസ്തമായ ഒരു രീതിയാണ് അവിടെ ഈ ബാലൻ പെരുമാറിയത്. അതുകൊണ്ടാണല്ലോ അമ്മ ചോദിക്കുന്നത്, നീ എന്താ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? ഉടനെ കുഞ്ഞു മറുപടി പറഞ്ഞു, ഞാൻ എന്താ ചെയ്തത്? എന്റെ പിതാവിന്റെ ആലയത്തിൽ ഞാൻ ഇരിക്കേണ്ടവനല്ലയോ എന്ന് തിരിച്ചു ചോദിച്ചു. അത് കഴിഞ്ഞ് ഒരു കാര്യം
അത് അവരുടെ കൂടെ നടന്നാൽ പറ്റുകയും അത് പറഞ്ഞാല് ഒരു അനുസരണക്കേടാണ്. നിലവിലുള്ള പതിവിലുള്ള രീതികൾക്ക് വ്യത്യസ്തമാണ്. അപ്പൊ യേശുവിനെ അവിടെ പതിവ് രീതികൾ തെറ്റിച്ചുകൊണ്ടാണ് പെരുമാറിയത്. അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്, പിന്നെ നീ ഞങ്ങളോട് ചെയ്തത് എനിക്ക് അപ്പനെ ഞാൻ എത്രമാത്രം വിഷമിച്ചു. ആ വിഷമിച്ചതിന് ഈ കുഞ്ഞു മറുപടി കൊടുത്തത്, നിങ്ങൾ വിഷമിക്കുന്ന കാര്യമൊന്നുമില്ലായിരുന്നു, ഞാൻ എന്റെ പിതാവിന്റെ ആലയത്തിൽ വസിക്കേണ്ടവനല്ലേ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമ്മുടെ ഈ ലോകത്തിൽ ആത്മീയമായി ഞാൻ വളരണമെങ്കിൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകത്തിന്റെ പതിവ് രീതികളിലൂടെ നമ്മൾ പോയാൽ ആത്മീയ വളർച്ചയുണ്ടാകും, ഭൗതിക വളർച്ചയൊക്കെ ഉണ്ടാകും, സാമ്പത്തികമായ വളർച്ചയൊക്കെ ഉണ്ടാകും. പക്ഷെ വ്യത്യസ്തമായ ഒരു ശൈലി, അതിലേക്ക് മാതാപിതാക്കൾ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ശൈലി സ്വീകരിക്കരുത്. എന്റെ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ മാതാപിതാക്കളെ അനുസരിക്കരുതെന്ന് പറയുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, മാതാപിതാക്കളെ അനുസരിക്കരുതെന്നും മാതാപിതാക്കളുടെ വീട്ടിൽ കൂട്ടം തെറ്റി പോകണമെന്നും ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ യേശുവിനെ ഉള്ളിൽ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. മാതാപിതാക്കളെ അനുസരിക്കണം, അതിനുമപ്പുറത്ത് ദൈവത്തെ അനുസരിക്കണം. ഇതാണ് യേശുക്രിസ്തുവിന്റെ ബാല്യത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഒടുവിൽ കർത്താവ് മാതാപിതാക്കളെ അനുസരിച്ച് തന്നെ നാസറേത്തിലേക്ക് തിരിച്ചു വന്നത്. പക്ഷെ അതിനു മുമ്പ് മാതാപിതാക്കളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി തന്റെ പിതാവിന്റെ ആലയത്തിൽ ഇരിക്കുന്നതുകൊണ്ടും ജ്ഞാനശാസ്ത്രങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ടും വ്യത്യസ്തമായ ഒരു ജീവിതം ഈ കുഞ്ഞ് സ്വീകരിച്ചു. അവരവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് ആ കുഞ്ഞിന് അറിയാമായി. ഇത് ഞാൻ പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണ്ട, ഈ പാമ്പാട്ടിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്നവരെ ഞാൻ കൂടുതൽ പറയാൻ പോലെ പാമ്പാട്ടിയുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ കാണുന്ന ഒരു വ്യത്യസ്തമായ ഒരു ശൈലി, ഒരു അനുഭവം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ബാലനായിരുന്നപ്പോഴേ കടവിൽ അത്താനാസിസ് സത്രാജനെ കാണുവാനായി ഈ ബാലൻ വരുന്നു. അവർ വരുന്ന വഴിക്ക് ഒന്നും കാണുന്നു. അതുപോലെയുള്ള പല ചൂടൻ ഗ്രാമീണ വ്യവസ്ഥയാണ് വിചാരിച്ചു പോകാതെ ഈ ബാലനെ നേരെ വന്ന് അടിച്ചു പോകാമായിരുന്നു. ഈ ബാലൻ ഒരു പ്രവൃത്തി ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ കാണുമൊക്കെ കൈകൊണ്ട് വാരി അടുത്തുള്ള മരത്തിന്റെ ചൂടിലൊക്കെ കൊണ്ടിട്ടു. ഇത് കടലിലേക്ക് അവിടുന്ന് കാണുകയാണ്. ഇത് ആ ബാലൻ ചെയ്തിലേക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ബാലന് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്, സാധാരണക്കാര് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഉത്സാഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. ഈ പ്രവൃത്തി നടത്തുന്നത് തന്നെ കടലിൽ മനസ്സിലാക്കൂ, ഈ കുഞ്ഞ് സാധാരണക്കാരനല്ല, അസാധാരണക്കാരനാണ്. അവിടെ നിന്നാണ് ഈ കുഞ്ഞിന്റെ ദൈവികമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന മറ്റു പല സംഭവങ്ങളും ഉണ്ടാകും. അവ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ് ആത്മീയതയുണ്ടാകും, ആത്മീയ വളർച്ചയുണ്ടാകും. ചില സംഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം. മഹാത്മാഗാന്ധിയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാന്ധിജിയുടെ ജീവിതാനുഭവത്തിൽ ഗാന്ധിജിയുടെ അധ്യാപകരും ഇൻസ്പെക്ടറുമായിരുന്നതിനെ അധ്യാപകർ പറഞ്ഞു, ഗാന്ധിജി ഒരു മാവ് തെറ്റിച്ചിട്ട് ഏതാണെന്ന് അറിയാമോ? മാവിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ചത്. കെറ്റിലുള്ള വാക്കാണ്. ആ വാക്കാണ് ഈ സ്പെല്ലിംഗ് തെറ്റിച്ചത്. അവിടെ സാധാരണ പറഞ്ഞോ, തിരുത്തി എഴുതിക്കോ, കുഴപ്പമില്ല, മറ്റൊരാളെ നോക്കി എഴുതിക്കോളാൻ.
വിചാരി ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരിക്കും, ജയിക്കില്ല. അപ്പൊ എപ്പോഴും നല്ല 70, 80 ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ പേരൻസ് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അത് വളരെ ടഫായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. അവരുടെ ഉത്തരം ഭംഗിയായിട്ട് എഴുതി. അവർ ചോദിച്ചു ഇതിന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് എഴുതിയത്. ഞാനോട് സത്യം പറഞ്ഞു, കൂട്ടുകാരൊക്കെ പുസ്തകത്തിൽ കോപ്പി ചെയ്തു. അപ്പൊ നിങ്ങളുടെ ടീച്ചറോ സൂപ്പർവിഷൻ വന്ന ടീച്ചറും കാണാതെ ചോട്ടെഴുതി ഇച്ചിരി പ്രയാസമുള്ളത് ചോദ്യമല്ലേ വീട്ടുകാർ എഴുതിക്കോട്ടെ എന്ന് സൂപ്പർവൈസർ സമ്മതിച്ചു. കുട്ടികളുടെ പുസ്തകം തുറന്ന് അവർ കോപ്പി അടിച്ചു. ഈ ക്വസ്റ്റ്യൻ കോപ്പി അടിച്ചു. അപ്പൊ ഇതിന്റെ മനസ്സിലിരുന്ന ചിന്ത എന്നറിയാമോ, നീ നല്ല ഒരു പ്രവൃത്തിയാണ് ചെയ്തതെന്ന് മാതാപിതാക്കൾ പറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവരുടെ മാതാപിതാക്കൾ പറയുന്നറിയാമോ, നീ ഒരു മണ്ടനായി പോയതാണ്. എടാ എല്ലാവരും എഴുതിയപ്പോൾ നീയോ എഴുതാൻ. ഞാൻ ആ മാതാപിതാക്കളെ മോശമായിട്ട് പറയുകയല്ല. ഈ ലോകത്തിൽ നമ്മളൊക്കെ മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുമോ അതുപോലെ ചെയ്യുന്നത് തെറ്റില്ലായെന്ന് വിചാരിക്കുകയാണ് നമ്മളൊക്കെ. ഈ മാതാപിതാക്കൾ പക്ഷേ എന്റെ മകൻ അങ്ങനെ പറയുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ പറയുവാനായിരിക്കും തോന്നുന്നു. എനിക്കറിയാം ഈ മാതാപിതാക്കളെ മോശക്കാരായിട്ട് പറയല്ല. പക്ഷെ ഈ കുട്ടികൾക്ക് വലിയ മാനസിക സംഘർഷമായിട്ട് അവൻ ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി കൗൺസിലിംഗ് ഏറ്റെടുക്കണം. അവനോട് ചോദിക്കുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്. എല്ലാവരും കോപ്പി അടിച്ചു, ഞാൻ കോപ്പി അടിച്ചില്ല. ഞാൻ കോപ്പി അടിക്കാൻ പ്രവർത്തിയെ എന്റെ അപ്പനും അമ്മയെങ്കിലും കുഞ്ഞെ നീ ചെയ്തത് നന്നായി, എനിക്ക് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നീ കോപ്പി അടിച്ചില്ലല്ലോ, അതാണ് നല്ലതെന്ന് മാതാപിതാക്കളെങ്കിലും പറയുമെന്നാണ് ആഗ്രഹിച്ചു. പക്ഷെ മാതാപിതാക്കൾ പറഞ്ഞു. അത് അവന്റെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടാകും. ഈ സന്തോഷമാണ് അവൻ എൻ്റെ ഒരു കൗൺസിലിംഗ് വരാനിടയായത്. ഞാൻ പറഞ്ഞു, മോനെ നീ അതുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. നീയാണ് പരിപൂർണമായി ശരി. പക്ഷെ ഇതിന്റെ മാതാപിതാക്കൾ നീ അതുകൊണ്ട് മോശക്കാരായിട്ട് തീർക്കുകയില്ല. അവർ ഈ സമൂഹത്തിന്റെ സമ്മർദ്ദം നമ്മളെല്ലാം ഈ ലോകത്ത് ജീവിക്കുമ്പോഴേ ഈ ലോകത്തിന്റെ
ചിന്തിക്കുക, എനിക്ക് വ്യത്യസ്തമായി എന്റെ ദൈവം എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കള് ചിലപ്പോൾ പറയും അച്ഛനാണ്, ഇല്ലെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്, ഇല്ലെങ്കിൽ IAS ആണ്, IPS ആണ്. ഇതൊന്നും നിങ്ങൾ കേൾക്കാതിരിക്കണ്ട, എല്ലാം കേൾക്കണം. പക്ഷെ അതിനിടയ്ക്ക് ആലോചന ദൈവത്തോട് കഴിക്കണം. എന്റെ ദൈവമേ, നീ എനിക്ക് തന്നിരിക്കുന്ന കഴിവെന്താണ്? ഞാൻ അതിലൂടെ എന്താണ് നിനക്ക് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും ഞാൻ പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ചിന്തയും നമ്മിലൊക്കെ നന്നായി വന്നെങ്കിലേ വ്യത്യസ്തമായ ഒരു ജീവിതം ഈ ലോകത്തിൽ വരികയുള്ളൂ. പോലെ വിശുദ്ധന്മാര് എന്നാലേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇന്ന് നമ്മള് എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മളെല്ലാവരും അക്കൂട്ടത്തിൽ പോവുകയാണെങ്കിൽ നമ്മിൽ നിന്നും പുതിയ ആത്മീയമായ ജീവിതം ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, കർത്താവ് ചെയ്തതാണ്. കർത്താവ് മാതാപിതാക്കളെ തെറ്റിദ്ധരിക്കാനായിരുന്നു, അറിയാമെങ്കിൽ യോസേഫിനെ അനുസരിക്കാതിരിക്കാനായിരുന്നു. പക്ഷേ യേശുവിനാണ് അതിനപ്പുറത്തൊരു ദർശനം ഉണ്ടായിരുന്നു. എന്റെ പിതാവിന്റെ ഇഷ്ടം എന്താണ്, അതാണ് ഒന്നാണ്. അത് കഴിഞ്ഞൊരു വാക്കുകളുടെ ഇഷ്ടം, ടീച്ചർമാരുടെ ഇഷ്ടവും അമ്മയുടെ ഇഷ്ടവും ഒക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് സ്വയം ആലോചിക്കണം, എന്താണ് എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഒരു ദർശനത്തിലൂടെയാണ് ഈ ലോകത്തിൽ നല്ല മനുഷ്യരുണ്ടായിട്ടുള്ളത്, വിശുദ്ധന്മാരുണ്ടായിട്ടുള്ളത്. നീ അത് വീട് കണ്ടുകഴിഞ്ഞു. ഇംഗ്ലണ്ടില് ഒരു സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ച് കുഞ്ഞുങ്ങളിങ്ങനെ തിരിച്ചവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു 2 നൂറ്റാണ്ട് അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ട് മുമ്പോട്ടുള്ള കാലമാണ്. ഈ കുട്ടികളുടെ സൺഡേ സ്കൂളിൽ പോകുമ്പോഴാണ് അടിമകളും അതുപോലെ തന്നെ ലാൻഡ് ലോർഡ്സ്, വലിയ പ്രഭുക്കന്മാരും ഒക്കെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ. അപ്പൊ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ അടിമകളുടെ കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞ് പോവുകയും ഒരു ചെറിയ തോട്, പക്ഷേ തോടിന്റെ താഴെ വെള്ളം ഒഴുകുന്നു, നല്ല ശക്തമായ വെള്ളം ഒഴുകാണ്. ഇവരെ വർത്തമാനം പറഞ്ഞ കൂടുതല് അടുത്ത നാശാക്ക് ഒരു കുട്ടി വേറെ കുട്ടിയെ തള്ളി അവൻ ആക്കി. ആകെ ശക്തമായ ഒഴുക്കുള്ള ഒരു തോടാണ്. അപ്പൊ അതാണ് ബാക്കി പിള്ളേരൊക്കെ ആ താമസിച്ചു പോയി. എന്തോ വേണം, ഇറങ്ങി ജീവൻ നഷ്ടപ്പെടുന്നിരിക്കും, ആ പേടിയായിരുന്നു. പാവപ്പെട്ട ഒരു കുട്ടിയെ തന്നെയാണ്, കൂടുതലൊന്നും ആലോചിച്ചില്ല, ചാടിയത്. അവനൊക്കെ വ്യത്യസ്തനാണ്. ഞാൻ പറഞ്ഞ കുറച്ച് ആശയമുള്ളൂ. വ്യത്യസ്തമായി ചിന്തിക്കുക, വ്യത്യസ്തമായി പ്രവർത്തിക്കുക. ബാക്കിയുള്ള പിള്ളേരൊക്കെ പേടിച്ചു പോയപ്പോൾ ഇവരാണ് ചാടിയത്. ചാടി ഇറങ്ങി ഈ വെള്ളത്തിൽ വീണ കുട്ടിയെ കുടിച്ച് അത് തലയിലൊക്കെ കുടിച്ച് അവിടെയും മരിച്ചുവിടാതെ വെള്ളം കുടിച്ച് കാര്യം നേരെ വിളിച്ചു കഴിയുമ്പോൾ അടുത്ത ഒരാൾ കൂടി വന്ന് 2 കുട്ടികളെ രക്ഷിച്ചു. ഈ 2 കുട്ടികളെ രക്ഷിച്ചു കഴിയുമ്പോഴേ അവർ വീട്ടുകാരൊക്കെ വന്നു. അപ്പൊ ഈ പിടിച്ച് രക്ഷിച്ച ആ കുട്ടി ആവരുടെ വീട്ടിലെ കുട്ടിയെ, മറ്റേ കുട്ടി ഒരു പ്രഭു കുടുംബത്തിലെ കുട്ടിയെ, ഈ പ്രഭു കുടുംബത്തിലെ കുട്ടിയുടെ ജീവനാണ് രക്ഷിച്ചത്. എന്നും അവർക്ക് പ്രതിഫലം കൊടുക്കണമെന്ന് അറിയാൻ പറ്റും. എങ്ങനെയാണ് കുഞ്ഞിനെ രക്ഷിച്ച ആ കൊച്ചു സഹോദരനോട് കൂട്ടുകാരനോട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. പക്ഷേ കുടുംബത്തിലെ മാതാപിതാക്കൾ വളരെ സെൻസിറ്റീവായ, വളരെ നല്ല ചിന്തയും ആലോചനയും ഉള്ളവരാണ്. അവരെ ഒരു കാര്യം മനസ്സിലാക്കി, ഈ കുട്ടി പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, ഇവൻ നല്ല കഴിവും നല്ല സമർപ്പണമുള്ള കുട്ടിയാണ്. അതുകൊണ്ടാണല്ലോ സ്വന്തം ജീവൻ
ഈ പിടിച്ച് രക്ഷിക്കുന്നറിയാമോ? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെ നയിച്ച ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടുപേരും വലിയത്. ഇവർ രണ്ടുപേരും വലിയതായതിന് പുറകിലുള്ള ഒരു കുട്ടി വ്യത്യസ്തമായ കാര്യമാണ്. അവരുടെ പിള്ളേർക്കുണ്ട്, ഓ ഞാൻ വേണം ഞാൻ പക്ഷെ അവരെ വ്യത്യസ്തമായ ഒരു പെരുമാറ്റത്തിൽ രണ്ട് വലിയ ജന്മങ്ങൾ ലോകത്തിന് വലിയ സംഭാവനകൾ ഉണ്ടാവുകയാണ്. ഞാൻ പറഞ്ഞതിന് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ശൈലിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ സഭയ്ക്ക് മാറ്റം വരുത്താനോ ഈ സമൂഹത്തിന് മാറ്റം വരുത്താനോ ആരെയും സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു പരിസ്ഥിതിയാണ്. ആരെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കാനും പെരുമാറാൻ സാധിക്കും. അമ്മയുടെ തിരുമേനി ആദരവുള്ള പരിശുദ്ധനാണ്. അവരുടെ കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ നോക്കുമ്പോഴേ മാതാപിതാക്കളുടെ അല്പം വ്യത്യസ്തമായിട്ട് മാറി കർത്താവ് പെരുമാറി, കർത്താവ് ചിന്തിച്ചു, പ്രവർത്തിച്ചു. അവിടെ മാതാപിതാക്കളെ അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത് കർത്താവ് മാതാപിതാക്കളെ അനുസരിച്ച് ആശ്രയത്തിലേക്ക് തിരികെ വരികയും വിശുദ്ധ ജീവിതം വേണം. മാതാപിതാക്കളെ മുതിർന്നവരെയൊക്കെ അനുസരിക്കണം. പക്ഷെ അതിനപ്പുറത്ത് ദൈവം എന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് നമുക്കൊരു ആഗ്രഹം ചിന്തയുണ്ടാകുവാൻ ഈ പരിശുദ്ധനായ